प्यारे बच्चों, आदाब। 10वीं जमात के ഉറുദു ഓൺലൈൻ ക്ലാസ് के लिए तमाम बच्चों को खैर मुकद्दम। പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം। प्यारे बच्चों, आप कैसे हैं? ठीक है ना? आप जानते हैं कोविड-19 वबा की वजह से हम सब बहुत मुश्किलात से घर पर ही रहते हैं। इस खतरनाक वबा से बचने के लिए हम भी कुछ कर सकते हैं। हम हमेशा हमारा हाथ धोएं और समाजी फासला पर ज़रा ध्यान रखें। इस खतरनाक वबा से डरने की कोई बात नहीं, हम सब एहतियात से रहें। सरकार और सेहती इदारे हमें जो कुछ कहते हैं वो सब हमें माने। പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കറിയാം, കോവിഡ്-19 മഹാമാരി കാരണം നാം എല്ലാവരും വളരെ പ്രയാസത്തോടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഈ മഹാമാരിയിൽ നിന്നും രക്ഷ നേടാൻ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്കിടെ കൈകൾ കഴുകിയും സാമൂഹിക അകലം പാലിച്ചും സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിച്ചും ഈ കൊറോണ കാലത്തെ അതിജീവിച്ച് പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നേറാം. प्यारे बच्चों, आप लोग अब 10वीं जमात में पहुंच गए हैं। पहले जमात से शुरू किए। आपकी पढ़ाई के पहला जुज़ू SSLC इम्तिहान से ख़त्म होता है। अच्छी तरह कोशिश करें तो SSLC इम्तिहान में आपको तमाम मौज़ू पर A+ हासिल कर सकता। इसलिए आपकी पढ़ाई आज से शुरू करना चाहिए। സ്കൂൾ खोलने की इंतज़ार न करो. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. 1ാം ക്ലാസ്സിൽ നിന്നും ആരംഭിച്ച പഠനം അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ SSLCയോടുകൂടി അവസാനിക്കുകയാണ്. നന്നായി പരിശ്രമിച്ച് പഠിക്കുകയാണെങ്കിൽ വരുന്ന SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും ഫുൾ A+ തന്നെ വാങ്ങിക്കാൻ കഴിയും. ഇന്ന് തന്നെ നമുക്ക് പഠനം ആരംഭിക്കേണ്ടതുണ്ട്. നാളേക്ക് കാത്തുവെക്കേണ്ടതില്ല. സ്കൂൾ തുറക്കാനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നേറാം. प्यारे बच्चों, हमारे दरसी किताब को 2 हिस्सा है। कुल 5 यूनिट है। पहला यूनिट का नाम दिल से दिल मिलाए। पहला यूनिट का नाम दिल से दिल मिलाए। क्या है दिल से दिल मिलाए? इसका मतलब क्या है? आप ज़रा सोचिए। दिल से दिल मिलाए. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്. 5 യൂണിറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ദിൽ സേ ദിൽ മിലായെ. എന്താണ് അതിൻ്റെ ആശയം? ഒന്ന് ഓർത്ത് നോക്കൂ. പറയൂ. ദിൽ സേ ദിൽ മിലായെ. दिल क्या है?
മനസ്സ്. ദിൽസെ മനസ്സിനോട്, ദിൽ മിലായെ മനസ്സിനെ, മിലായെ ചേർക്കാം. യെസ്, മനസ്സിനെ മനസ്സിനോട് ചേർത്ത് പിടിക്കാം. മനസ്സിനെ മനസ്സിനോട് ചേർത്ത് പിടിക്കാം. प्यारे बच्चों, आप जानते हैं आज कोरोना वबा की वजह से हम घर पर ही रहते हैं. हम सब हमारे दोस्तों, रिश्तेदारों से दूर रहते हैं, मगर हमें उन लोगों को दिल से दिल मिलाने की कोशिश करें. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ താമസിക്കുന്നു. പാവപ്പെട്ടവർ, പണക്കാർ. പ്രത്യേകിച്ച് ഇന്ന് കൊറോണ വൈറസ് രോഗം കാരണം നാം എല്ലാവരും സാമൂഹിക അകലം പാലിച്ച് കഴിയുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ പാവപ്പെട്ട ആളുകളാവട്ടെ, ധനികന്മാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, എല്ലാവരെയും നമുക്ക് നമ്മുടെ മനസ്സുകളുമായിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം. प्यारे बच्चों, यहाँ में एक तस्वीर है. तस्वीर अच्छी तरह देखिए. तस्वीर में आपको क्या क्या देख सकते हैं बताइए. ചിത്രം നന്നായി നിരീക്ഷിച്ചു നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ കഴിയുന്നു പറയൂ. ബഡേ ബഡേ ഇമാറാത്ത്, വലിയ വലിയ കെട്ടിടങ്ങൾ. छोटे छोटे झोंपड़ियाँ. क्या है झोंपड़ी? കുടിൽ, ചെറിയ ചെറിയ കുടിലുകൾ. കൗവ. റോട്ടി. റോട്ടി മീൻസ് ഖാന, ഭക്ഷണം. ഏക്ക് ഗരീബിലെടുക്കാം, പാവപ്പെട്ട ഒരു കുട്ടി. फिर क्या है? पेड़. दीवार. दीवार क्या है? ചുമര്, മതിൽ. बर्तन. बर्तन पात्रम. ठीक है बच्चों, देखिए यहाँ में एक बच्चा है. ये बच्चा क्यों परेशान है? നോക്കൂ കുട്ടികളെ, ഇവിടെ ഒരു കുട്ടിയുണ്ട്. ये बच्चा बहुत परेशान है. ഇവൻ വളരെയധികം, ഈ കുട്ടി വളരെയധികം നിരാശയിലാണ്. ക്യോ, എന്തുകൊണ്ട്? ക്യാ ഹുവ, എന്ത് സംഭവിച്ചു? ക്യാ ഹുവ, എന്ത് സംഭവിച്ചു കാണും? ബതായിയെ, പറയൂ. उनके हाथ में क्या है? उनके हाथ में एक बर्तन है. एक बर्तन. उसमें क्या थी? उसमें क्या थी? एक रोटी थी. रोटी, ഭക്ഷണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പ കഷ്ണം ഉണ്ടായിരുന്നു. फिर क्या हुआ? പിന്നെന്തുണ്ടായത് പറയോ? പിന്നെന്തുണ്ടായി? कौवे ने उस रोटी को छीन लिया. कौवे ने उस रोटी को छीन ले गया. കാക്ക ആ അപ്പം കൊത്തിക്കൊണ്ടുപോയി അല്ലേ? इसलिए
ये बच्चा बहुत परेशान है. ये बच्चा बहुत भूखा है. ഈ കുട്ടി വളരെ വിശപ്പിലാണ്. വിശപ്പ് സഹിച്ചു നിൽക്കുന്ന സമയത്ത് ഉസ്കെ പാസ് ഏക് റോട്ടി ഥി, അവൻ്റെ കയ്യിലൊരു അപ്പകഷ്ണമുണ്ടായിരുന്നു. കൗവ ഉസേ ചീൻ ലേ ഗയാ, ആ സമയത്താണ് കാക്ക വന്ന് അത് കൊത്തിക്കൊണ്ടുപോയത്. ठीक है बच्चों, मैं आपसे और एक सवाल पूछना चाहता हूँ. सवाल: इंसान की बुनियादी ज़रूरियात क्या क्या है? इंसान की बुनियादी ज़रूरियात क्या है? बुनियादी ज़रूरियात बेसिक नीड्स, അടിസ്ഥാന കാര്യങ്ങൾ. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ബതായിയേ. ഖാന, ഖാന, റോട്ടി ഖാന, ഭക്ഷണം. ഭൂക്ക് മിട്ടാനെ കെ ലിയെ ഖാന സരൂരത്ത് ഹെ. വിശപ്പകറ്റാൻ മനുഷ്യന് എന്നല്ല ഇതര ജീവജാലങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ്. और दूसरा कपड़ा. कपड़ा, कपड़ा क्या है? वस्त्रम. पहनने के लिए कपड़ा जरूरत है. और तीसरा क्या है? मकान. मकान क्या है? घर. मकान घर, വീട്. रहने के लिए एक मकान ज़रूरत है. മനുഷ്യന് ജീവിക്കാൻ ഒരു ചെറിയ വീട് ആവശ്യമാണ്. इंसान की बुनियादी ज़रूरियात बेसिक नीड्स 3 है. पहला खाना, दूसरा कपड़ा और तीसरा मकान है, घर है. बच्चों, आप ज़रा सोचिए, हमारे समाज में तमाम लोगों को ये बुनियादी ज़रूरियात മയസ്സർ है. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ബേസിക് നീഡ്സ് അഥവാ അടിസ്ഥാന കാര്യങ്ങൾ ലഭ്യമാണോ? बताओ. हाँ, नहीं. हमारे समाज में तमाम लोगों को बुनियादी ज़रूरियात नहीं है. हमारे समाज में कई लोग गरीब है. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവരാണ്. इसलिए उन लोगों को बुनियादी ज़रूरियात बहुत कम है, മയസ്സർ नहीं है. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും താമസിക്കാൻ വീടില്ലാത്തവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. प्यारे बच्चों, यह तस्वीर एक बार भी गौर से देखिए. क्या आपको बता सकते हैं आपके गांव में भी इसी तरह के गरीब लोग हैं? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ഗ്രാമത്തിലും ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ടോ? ഉൻ ലോഗോं को आप क्या क्या मदद करते हैं? അത്തരം ആളുകൾ നിങ്ങൾ സഹായിക്കാറുണ്ടോ? उन लोगों को हमें क्या क्या मदद करें? അത്തരം ആളുകൾക്ക് നമ്മൾ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാം? बताइए. ठीक है. खाना नहीं तो खाना देकर मदद करें. ഭക്ഷണം ആവശ്യമുള്ളവരാണെങ്കിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കാം. और कपड़ा नहीं तो कपड़ा देंगे. और मकान घर नहीं तो दूसरे
लोगों से पैसा जमा करके एक छोटा घर बनवा देकर मदद करे। ठीक है प्यारे बच्चों, ये तस्वीर हमारे समाज के जीती जागती तस्वीर है। ये हमारे समाज के आज की हालत भी है। പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ചിത്രം നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. एक तरफ मालदार लोग बहुत खुशी से जिंदगी गुजारते हैं. एक तरफ ഒരു ഭാഗത്ത് മാൽദാർ ലോഗ് സമ്പന്നരായ ആളുകൾ बहुत खुशी से जिंदगी गुजारते हैं. बहुत खुशी से जिंदगी गुजारते हैं. तो വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ दूसरी तरफ മറുഭാഗത്ത് കൈ ഗരീബ് ലോഗ് ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഭൂക്ക പ്യാസ വിശപ്പും ദാഹവും സഹിച്ച് जिंदगी गुजारते हैं, ജീവിതം കഴിച്ചു കൂട്ടുന്നു. उन लोगों को रहने के लिए मकान नहीं है और पहनने के लिए कपड़ा नहीं है, खाने के लिए खाना भी नहीं है. താമസിക്കാൻ ഒരു വീടോ ധരിക്കാൻ വേണ്ടത്ര വസ്ത്രങ്ങളോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പാവപ്പെട്ട ആളുകൾ എന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചും മറ്റും ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ശ്രമിക്കാം. प्यारे बच्चों, यहाँ में एक शेर है. क्या है शेर? രണ്ട് വരി. देखिए, जब जेब में पैसे बचते हैं, जब पेट में रोटी होती है, उस वक्त ये ज़र्रा हीरा है, उस वक्त ये शबनम मोती है. उसका मतलब क्या है बताइए? क्या है जेब? पॉकेट. जब जेब में पैसा बचते हैं, ബജന മുഴങ്ങുക. ജബ് ജേബ് മേ പൈസ ബജത്തെ ഹെ, എപ്പോഴാണോ നമ്മുടെ പോക്കറ്റിൽ പൈസ മുഴങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ പോക്കറ്റിൽ പൈസ ഉള്ളത്. ജബ് പേട്ട് മേ റോട്ടി ഹോത്തി ഹെ, ജബ് എപ്പോഴാണോ പേട്ട് മേ നമ്മുടെ വയറ്റിൽ റോട്ടി ഹോത്തി ഹെ, എപ്പോഴാണോ നമുക്ക് വിശപ്പകറ്റാനുള്ള ഭക്ഷണം ലഭിക്കുന്നത്. ഉസ് വക്ത് ഹമേ ബഹുത് ഖുഷി മിൽത്തി ഹെ, അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വളരെയധികം സന്തോഷം കാണും. ഉസ് വക്ത് യേ സർറ ഹീറ ഹെ, ഉസ് വക്ത് ആ സമയങ്ങളിൽ നമ്മുടെ പോക്കറ്റിൽ ആവശ്യത്തിന് പൈസയും വിശപ്പകറ്റാൻ ഭക്ഷണവും ഉണ്ടെങ്കിൽ ഉസ് വക്ത് ആ സമയത്ത് യേ സർറ ഹീറ ഹെ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ മണൽത്തരിയും ഹീര ഹെ, ഹീരയെ പോലെ, വൈരക്കല്ല് പോലെ. വൈരക്കല്ല് മീൻസ് വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അല്ലേ? ഹീരയെ പോലെ തിളക്കമുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഹീരയെ പോലെ
ഓരോ മണൽത്തരയുടെയും തിളക്കം ആസ്വദിക്കാൻ കഴിയുന്നു. ഉസ് വക്ത് യേ ശബനം മോത്തി ഹെ, ആ സമയത്ത് ശബനം മഞ്ഞുതുള്ളി. ഉസ് വക്ത് യേ ശബനം മോത്തി ഹെ, മോത്തി ക്യാ ഹെ? മുത്ത്, വിലപിടിപ്പുള്ള മറ്റൊരു വസ്തുവാണ് മോത്തി. ഉസ് വക്ത്, ആ സമയം, യേ ശബനം മോത്തി ഹെ, മഞ്ഞുതുള്ളികൾ മുത്ത് പോലെ തിളക്കമുള്ളതായിട്ട് തിളങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് മനുഷ്യൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസയും വിശപ്പകറ്റാൻ ഭക്ഷണവും ഉണ്ടെങ്കിൽ അവന് ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ എപ്പോഴും ദുഃഖവും നിരാശയും സഹിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ആ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ഒരു മനോഹാരിതയും അവന് കാണാനോ ആസ്വദിക്കാനോ കഴിയില്ല. प्यारे बच्चों, सबकी की तरफ ज़रा गौर से देखिए. सताती है मुफलिसी. क्या है? सताती है मुफलिसी. मुफलिसी सताती है. बेटे, तुम यही इस दुकान के पास रहो, मैं अपना काम पूरा करके अभी आई. लक्ष्मी अपने बेटे साजन को दुकान पर छोड़कर बाजार की सफाई में मसरूफ हो गई. बेटे, मोने, तुम यही इस दुकान के पास रहो. तुम, നിങ്ങൾ അല്ലെങ്കിൽ നീ, യഹീം ഇവിടെ തന്നെ, ഇസ് ദുകാൻ കെ പാസ് രഹോ, ഈ കടയുടെ അടുത്ത് തന്നെ നിൽക്കൂ. मैं अपना काम पूरा करके अभी आई, ഞാൻ എൻ്റെ ജോലി പൂർത്തീകരിച്ച്, അഭി ആയി, അഭി ആവുങ്കി, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ലക്ഷ്മി अपने बेटे साजन को दुकान पर छोड़कर बाजार की सफाई में मसरूफ हो गई. लक्ष्मी, लक्ष्मी कौन है? साजन की अम्मी. साजन की अम्मी लक्ष्मी अपने बेटे साजन को, തൻ്റെ മോൻ സാജനെ, ദുക്കാൻ പർ ഛോഡ്കർ, ആ കടയുടെ സമീപത്ത് നിർത്തിയിട്ട്, ഛോഡ്ന ഒഴിവാക്കുക, ഇവിടെ നിർത്തുക, ദുക്കാൻ പർ ഛോഡ്കർ, ആ കടക്കടുത്ത് നിർത്തിയിട്ട്, ബാസാർ കി സഫായി മേ മസ്റൂഫ് ഹോ ഗയി, മാർക്കറ്റിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മസ്റൂഫ് ഹോ ഗയി, മുഴുകി. ഷഹർ മേ ബഡി ചഹൽ പെഹൽ തി, ആ സമയത്ത് ഷഹർ മേ, പട്ടണത്തിൽ, ബഡി ചഹൽ പെഹൽ തി. ക്യാ ഹെ ചഹൽ പെഹൽ? ബഹളം. ഷഹർ മേ ബഡി ചഹൽ പെഹൽ തി, പട്ടണത്തിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. ചാരോം തറഫ് ഷോർ ബഗൽ മച്ചാ ഹുവാ താ, ചാരോം തറഫ്, നാല് ഭാഗത്തും, ഷോർ ബഗൽ, ബഹളം, ചഹൽ പെഹൽ, ഷോർ ബഗൽ, ബഹളം. ഷോർ മച്ചാ ഹുവാ താ, ചാരോം തറഫ് ഷോർ, ഷോർ ബഗൽ മച്ചാ ഹുവാ താ, ചാരോം തറഫ് ഷോർ ബഗൽ മച്ചാ ഹുവാ താ, നാല് ഭാഗത്തും ശബ്ദകോലാഹലങ്ങൾ കേട്ടിരുന്നു. ഏക് തറഫ്, ഒരു ഭാഗത്ത്, ബഡേ ബഡേ ഹോട്ടലോ മേ ആത്തെ ജാത്തെ അമീർ ലോഗ്. ഉസ് വക്ത് സാജൻ ക്യാ ക്യാ ദേഖാ, സാജൻ എന്തൊക്കെ കണ്ടു അറിയോ? ഏക് തറഫ് ബഡേ ബഡേ ഹോട്ടലോം സെ, ഒരു ഭാഗത്ത് വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന്, ആത്തെ ജാത്തെ അമീർ ലോഗ്, വന്നു പോകുന്ന, വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അമീർ ലോഗ്, ധനികനായ ആളുകൾ. ഏക് തറഫ് ബഡേ ബഡേ ഹോട്ടലോം സെ ആത്തെ ജാത്തെ അമീർ ലോഗ്, ഒരു ഭാഗത്ത് കണ്ടത് വലിയ വലിയ ഹോട്ടലുകളിൽ നിന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ദൂസരി തറഫ്, മറുഭാഗത്തോ, ഝൂട്ടെ ഖാനെ കെ ലിയെ
तरसने वाले भिखारी लोग, झूठे खाने के लिए എച്ചിൽ, झूठा എച്ചിൽ അവശിഷ്ടങ്ങൾ. दूसरी तरफ മറുഭാഗത്ത് झूठे खाने के लिए എച്ചിൽ ഭക്ഷണങ്ങൾക്ക് വേണ്ടി तरसने वाले, तरसന क्या है, വെമ്പൽ കൊള്ളുന്ന, ഭിക്കാരി ലോഗ് ഭിക്ഷക്കാര്. बाजार के शिमाली हिस्से में, മാർക്കറ്റിൻ്റെ വടക്ക് ഭാഗത്ത് एक पुरानी टूटी फूटी इमारत दिखाई दे रही थी. टूटी फूटी പൊട്ടിപ്പൊളിഞ്ഞ ഇമാരത്ത് കെട്ടിടം. बाजार के शिमाली हिस्से में, മാർക്കറ്റിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു പുരാനി ടൂട്ടി ഫൂട്ടി ഇമാരത്ത്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം, ദിഖായി ദേ രഹി തി കാണപ്പെട്ടിരുന്നു. ദിഖായി ദേന കാണപ്പെടുക. ഉസ്കെ ഖരീബ്, ഉസ്കെ പാസ് അതിനടുത്ത്, കൂടെ കർക്കട്ട് കാ ഢേർ, കൂടെ കർക്കട്ട് ക്യാ ഹെ, ചപ്പ് ചവറുകൾ. ഉസ്കെ ഖരീബ്, ഉസ്കെ പാസ്, കൂടെ കർക്കട്ട് കാ ഢേർ, ചപ്പ് ചവറുകളുടെ ഒരു കൂമ്പാരം, ഢേർ കൂമ്പാരം, ലഗാ ഹുവാത്ത സ്ഥാപിച്ചിരുന്നു. വഹാം അവിടെ, एक नन्ना मुन्ना बच्चा, नन्ना मुन्ना बच्चा ഒരു കൊച്ചുകുട്ടി, ഭൂക്ക് സേ വിശപ്പ് കൊണ്ട്, ബലക് കർ അപ്പനെ മാം സേ रो रो कर खाना मांग रहा था. വഹാം സാജൻ ക്യാ ദേഖ, അവിടെ സാജൻ എന്താ കണ്ടത്? വഹാം ഏക് നന്ന മുന്ന ബച്ച, അവിടെ ഒരു കൊച്ചുകുട്ടി, ഭൂക്ക് സേ ബലക് കർ വിശപ്പ് സഹിക്കാനാവാതെ, അപ്പനെ മാം സേ രോ രോക്കർ തൻ്റെ ഉമ്മയോട് കരഞ്ഞ് കരഞ്ഞ്, ഖാന മാങ് രഹാ ഥ ഭക്ഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഏ മൻസിർ ദേഖ് കർ, മൻസിർ നസാരെ ദൃശ്യം, ഏ മൻസിർ ദേഖ് കർ ഈ ദൃശ്യം കണ്ടിട്ട്, സാജൻ കാ ദിൽ ദഹൽ ഹോ ഗയ, സാജൻ്റെ മനസ്സ് അലിഞ്ഞുപോയി. സാജന് വളരെയധികം ദയവ് തോന്നി. ഇത്തനേമേ ഇതിനിടക്ക് ഏക് ഭിഖാരി, ഒരു യാചകൻ, ഭീക്ക് മാംഗനെ വാല, ഭിഖാരി ഒരു യാചകൻ, ഗീത് ഗാതേ ഹുയെ പാട്ട് പാടിക്കൊണ്ട്, വഹാം പഹുഞ്ച അവിടെ എത്തി. പ്യാരെ ബച്ചോ, भिखारी की गीत हमें अगले क्लास में ചർച്ച करें. പ്രിയപ്പെട്ട കുട്ടികളെ, ഭിഖാരിയുടെ മനോഹരമായ ഗീതം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഖുദാ ഹാഫിസ്.